സമ്മാനമായി കൊടുത്ത ടെഡ്ഡിയുമായിട്ടാണ് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ജാസ്മിന്റെ ഗബ്രി കൊടുത്ത മാല അഴിച്ചു മാറ്റിയിട്ട് അഫ്സല് സമ്മാനമായിട്ടോ മറ്റോ കൊടുത്തിരുന്ന ഒരു മാലയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. കുറച്ചു മുന്നേ നിങ്ങൾ നാളത്തെ പ്രൊമോ കണ്ടു കാണാം. ജാസ്മിന് ഒരു ടെഡി ബിയറുമായിട്ട് ജാസ്മിന്റെ ഉമ്മ വരുന്നു, പിന്നെ ഒരു മാലയായിട്ടൊക്കെ വരുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടു കാണും. ശരിക്കും ഇതിനകത്ത് ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം, അഫ്സല് കൊടുത്ത ടെഡി ബിയർ അഫ്സല് കൊടുത്ത മാലയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം കല്യാണത്തിന്റെയൊക്കെ ഒരു രീതിയല്ല എന്നൊക്കെ കുറെ ആൾക്കാർ കുറെ കമന്റ് ഉണ്ട്. എനിക്ക് കുറെ കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആദ്യമേ ഒരു ക്ലാരിറ്റി തരാം. ശരിക്കും ആ ടെഡി ബിയർ എന്ന് പറയുന്നത് അഫ്സൽ വാങ്ങി കൊടുത്തതായിരുന്നു. അത് ഒരു തമ്മിൽ റിലേഷൻ ആയിരുന്ന സമയത്ത് തന്നെ അഫ്സൽ കൊടുത്തതാണ്. ഞാൻ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. അത് ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിൻ തന്നെ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ടെഡി ബിയർ ഇപ്പൊ പോയപ്പം കൊടുത്തു വിട്ടതോ എടുത്തതൊന്നും അല്ല. ഇതിപ്പോ ബിഗ് ബോസ് അവള് ബിഗ് ബോസിൽ പോയിട്ട് രണ്ടാമത്തെ ആഴ്ചയിൽ ഈ സാധനം അയച്ചു കൊടുത്തതാണ്. അവര് ഈ സാധനം അകത്തോട്ട് കയറ്റാത്ത സാധനമാണ്. കാര്യം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അവർ അകത്തോട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. രണ്ടാമത് മാലയുടെ കേസ് അത് അഫ്സൽ വാങ്ങി കൊടുത്തതല്ല. അത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. അഫ്സൽ അങ്ങനെ മാലയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് അവരുടെ വീട്ടുകാരായിട്ട് കൊടുത്ത മാലയാണ്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രി മാല ഇട്ടുകൊണ്ട് കിടക്കുന്ന സീൻ നിങ്ങൾ കണ്ടല്ലേ. അതായത് ഗബ്രിയുടെ മാല ജാസ്മിൻ ഇട്ടുകൊണ്ട് കിടക്കുന്ന സംഭവം നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പൊ അത് ഊരി മാറ്റിയിട്ട് അതിന് പകരം വേറൊരു മാല എടുത്തിട്ട് കൊടുത്തതാണ്. ഇതാണ് ശരിക്കും ഇതിനകത്ത് നടന്നൊരു സംഭവം. കാര്യം ഈ കുറേ സാധനങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കണത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അത് അകത്ത് കയറ്റണമെന്നില്ല. അവരത് ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ ഒരു കറക്റ്റ് ടൈമിലൊക്കെ അവരത് കൊടുക്കത്തുള്ളൂ. ഇത് ഫസ്റ്റ് വീക്കിൽ അയച്ചു കൊടുത്തതാണ്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കിൽ അയച്ചു കൊടുത്ത സംഭവമാണ് ഈ ടെഡി ബിയറിന്റെ കാര്യം. ഇത് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇപ്പോഴൊന്നും അയച്ചു കൊടുത്തതെന്നല്ലേ. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നത് കല്യാണം ആലോചിച്ചാണ് എടുത്തതെന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. ഇപ്പം സമ്മറേട്ടനായാലും ആ ഒരു കാര്യത്തിൽ ഒരു തെറ്റുപറ്റി പോയതാണ്. സമ്മർ മീഡിയയുടെ വീഡിയോക്കകത്ത് അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. സമ്മാനമായി കൊടുത്ത ടെഡ്ഡിയുമായിട്ടാണ് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ജാസ്മിന്റെ ഗബ്രി കൊടുത്ത മാല അഴിച്ചു മാറ്റിയിട്ട് അഫ്സല് സമ്മാനമായിട്ടോ മറ്റോ കൊടുത്തിരുന്ന ഒരു മാലയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. സോ അവർ കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. മാല അഴിച്ചു മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അത് കെട്ടുമ്പോഴോ ഉള്ള ജാസ്മിന്റെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ നോക്കുക. എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ജാസ്മിൻ. മാല കൊടുത്തപ്പം ഉള്ള ഒരു എക്സ്പ്രഷൻ ഞാനും കണ്ടതാണ്. എന്തൊക്കെ കാണണം, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നത് അറിയാം. നിങ്ങൾക്ക് നാളത്തെ ഭയങ്കര കണ്ടന്റുകളായിരിക്കും കേട്ടോ. എന്തായാലും കുറെ സംഭവങ്ങളുണ്ട് അതിനകത്തോട്ട്. ബിഗ് ബോസിന് റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പിൽ ഇന്ന് ശരിക്കും അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. വീട്ടിൽ കയറിയ ജാസ്മിന്റെ പിതാവ് ആദ്യം ഒരു മാല സമ്മാനമായി നൽകുന്നു. അകത്ത് കയറിയ ഉടൻ ജാസ്മിന്റെ കഴുത്തിലുള്ള ഗബ്രിയുടെ മാല ഊരി വാങ്ങുന്നു. അതായത് നമ്മൾ ഊഹിച്ച പോലെ തന്നെ. കാര്യം ഗബ്രിയുടെ മാല ഇട്ടുകൊണ്ട് നടക്കുന്നത് സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് ആയാലും ആർക്കായാലും കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഊരി വാങ്ങുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇനി അടുത്തത്, ജാസ്മിൻ എപ്പോഴും സംസാരിക്കുന്ന ഗബ്രിയുടെ ഫോട്ടോ കൂടി എടുക്കുന്നു. നാടകീയമായ രംഗമാണ്. ഇനി അടുത്തത്, ശേഷം കൺഫെഷൻ റൂമിൽ വിളിച്ചു ജാഫറിന് പുറത്തെ കാര്യങ്ങൾ മത്സരാർത്ഥികളോട് സംസാരിച്ചതിന് താക്കീത് നൽകുന്നു. അതായത് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചതിന് ഈ പറയുന്ന ജാഫറൊക്കെ വാർണിംഗ് കൊടുക്കുന്നു. കാര്യം ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്, എല്ലാ കണ്ടസ്റ്റൻസിന്റെ വീട്ടിലുള്ള പേരൻസിനെ ഇതണക്ക് വിളിച്ച് വാർണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് 100% വാർണിംഗ് കൊടുത്തില്ലെങ്കിലേ ഉള്ള ആവശ്യം വരുന്നത്. എന്തായാലും പറഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തെ കാര്യങ്ങളായാലും അഫ്സലിന്റെ ഇഷ്യൂസ് ആയാലും മേ ബി അതൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. കാര്യം ഈ മാല ഊരി വാങ്ങുമ്പോഴേ ആ ഫോട്ടോ എടുത്ത് മാറ്റുമ്പോഴേ സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും എൻ്റെ വാപ്പ ഇത് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഉമ്മ ഇത് ചെയ്തതെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ബോധം കാണും. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ഭയങ്കര കോമഡികളായിരിക്കും ലൈവിൽ നടക്കുന്നത്. ജാസ്മിന്റെ വാപ്പ ഇനിയിപ്പം അതിനകത്ത് ചെന്നിട്ട് എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നാളെ കണ്ടറിയാം. എന്തായാലും മാല ഊരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചൊരു കാര്യം. എല്ലാവരും പറയുന്നുണ്ട് ആ ഒരു വിഷയത്തെ പറ്റി. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പം ഇപ്പം ടെഡി ബിയറിന്റെ കേസ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അത് മുന്നേ റിലേഷൻ ഇരുന്ന സമയത്ത് കൊടുത്തതാണ്. അത് ഏകദേശം ഫെബ്രുവരിയാണ് അതിൻ്റെ ഡേറ്റ്. നിങ്ങളത് നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുമോ സ്ക്രീൻഷോട്ടിൽ. അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പം വാങ്ങി കൊടുത്ത് വെട്ടിയോ പിന്നെ അഫ്സൽ റിലേഷൻ വേണ്ട എന്ന് കുറെ പേര് പറയുന്നുണ്ട്. അഫ്സൽ റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെയും ഇങ്ങനെ എന്താണെന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് ഞാൻ കണ്ട്. എൻ്റെ ഒരു അറിവിൽ അവൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഫ്സലിന്റെ സിറ്റുവേഷനും അഫ്സൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിൻ എന്തായിരിക്കും ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് ഇതിനൊക്കെ പറ്റിയിട്ടെന്ന് കണ്ടറിയാം. ഇനി നാളെ
ഈ പറയുന്ന ടെഡി ബിയറൊക്കെ കാണുമ്പം അഫ്സലിനെ പറ്റിയിട്ട് എന്തായിരിക്കും ജാസ്മിൻ ലൈവിൽ പറയുന്നത് നമുക്ക് കാണാം. ഈ അഫ്സലിന് ഓർമ്മയുണ്ടോ, അത് വീണ്ടും ഗബ്രിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? കാര്യം ആ മാല ഇടുമ്പം പോലും ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവളുടെ ഫേസ് കണ്ടില്ലേ, ഒരു വല്ലാണ്ടിരിക്കുവാണ്. അല്ലാതെ അവള് ആ ടെഡി ബിയർ എന്ന് കണ്ടിട്ട് ആ ടെഡി ബിയറിനെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അഫ്സലിനെ മിസ് ചെയ്യുന്നെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു അവളുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും ഞാൻ കാണുന്നില്ല. എന്നെ കണ്ടറിയാം ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത്. എന്തായാലും ഗബ്രി ഇതുപോലെ ഊക്ക് മേടിക്കാൻ ഒരാൾ ഈ കേരളത്തിൽ ഇല്ല കേട്ടോ. ഡേ ബൈ ഡേ ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.